കൊട്ടാരക്കരയിലുള്ളതായ ആ ഒരു വ്യാജ പെന്തക്കോസ്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം വളരെ ന്യൂസായിട്ട് വന്നിട്ടുണ്ട്. അവൻ ഒരു കള്ളനാണ്. പക്ഷെ പെന്തക്കോസ്തുകാര് മുഴുവൻ അവനെ അംഗീകരിക്കുന്നില്ല. കാരണം അതൊരു സ്വതന്ത്ര പെന്തക്കോസ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ IPC, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്ന സംഘടനകളൊന്നും ഇവനെ അംഗീകരിക്കത്തുമില്ല. ഞങ്ങള് അത് IPC ഒരു മെമ്പറാണ് ഞാൻ. ഇങ്ങനെയുള്ള സംഘടനയ്ക്കകത്തൊന്നും ഇവൻ പറയുന്ന ഉപദേശവുമില്ല, ഇവന്റെ സ്വഭാവവുമില്ല. ഇവൻ കള്ളനാണ്. യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നപ്പോൾ അതിലൊരുവൻ പിശാചായിരുന്നു എന്ന് യേശു തന്നെ പറയുന്നുണ്ട് യൂദായെ കുറിച്ച്. അതുപോലെ ഇവൻ പെന്തക്കോസ് എന്നല്ല, ക്രിസ്ത്യാനികളുടെ ഇടയിലെ ഒരു പിശാചാണ്. അതുകൊണ്ട് ഇവൻ നിമിത്തം പെന്തക്കോസ്തിനെ മൊത്തമായിട്ട് അങ്ങനെ ചിത്രീകരിക്കരുത്. പെന്തക്കോസ്തിൽ ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ളവർ കണ്ടേക്കാം. പക്ഷെ ഇവൻ ഈ സംഘടനയിലുള്ളതല്ല, സ്വതന്ത്ര നിലയിൽ നടത്തുന്നതായ ഒരു തട്ടിപ്പുകാരനാണ്. ബുക്കും പേപ്പറൊന്നുമില്ല നടക്കുന്ന കള്ളവണ്ടി, ഒരു കള്ളവണ്ടി. ഇവൻ വെറും തട്ടിപ്പുകാരൻ. ഇവനെ സാർ ആക്ഷേപിച്ചു. ഇവന് പെന്തക്കോസ്തുകാരനാണ്, പെന്തക്കോസ്തു പാസ്റ്റർ ആണെന്ന് പറയരുത്. ഇവനെ പെന്തക്കോസ്തിലുള്ള യഥാർത്ഥ സംഘടനക്കാരും അംഗീകരിക്കുന്നുമില്ല, ആരും ഇവനെ കേറ്റുന്നുമില്ല, ഇവനുമായിട്ട് ബന്ധവുമില്ല. ഞാൻ ജനിച്ചു വളർന്നത് പെന്തക്കോസ്തിലാണ്. ഈ ന്യൂസ് പലരും വിടുന്നത് കേൾക്കുമ്പോൾ തോന്നും പെന്തക്കോസ്തുകാരല്ല ഇവനെ അംഗീകരിച്ചിരിക്കുകയാണെന്ന്. അല്ല, പെന്തക്കോസ്തുകാരും ഇവനെ അംഗീകരിക്കത്തില്ല. ദൈവവചനം അറിയാത്ത, ദൈവവചനം പഠിച്ചിട്ടില്ലാത്ത സാറ് പറയുന്നത് പോലെ ചില മൊണ്ണ വിശ്വാസികളാണ് ഇവന്റെ പുറകെ പോകുന്നത്. ബൈബിൾ അറിയാവുന്ന ആരും ഇവന്റെ പുറകെ പോകത്തില്ല. കാരണം ഇവൻ പൊട്ടത്തരവും പൈശാചിക കാര്യങ്ങളാണ് ഇവൻ പറയുന്നത്. യേശുവിന്റെ ഉപദേശം അല്ല ഇവൻ പറയുന്നത്. യേശു ഒരിക്കലും കാശുണ്ടാക്കാനായിട്ട് ആരെയും പഠിപ്പിക്കുന്നില്ല. സമാധാനമാണ് യേശു ദാനം ചെയ്യുന്നത്. സമാധാനവും നിത്യജീവനുമാണ്. അല്ലാതെ ഇവൻ ഉദ്ദേശിക്കുന്ന നിലയിലുള്ളതായ ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും ശാപങ്ങളും ഒന്നുമല്ല യേശു കൊടുക്കുന്നത്. ഇവൻ പൊട്ടത്തരം പറയുമ്പോൾ ദൈവവചനം അറിയാത്ത മൊണ്ണ വിശ്വാസികൾ അതിന്റെ പുറകെ പോകും. അതൊക്കെ അവര് പൊട്ടന്മാരും കഴുതുകളും ആയിരിക്കും. അല്ലാതെ പെന്തക്കോസ്തുകാർ മൊത്തം ഇവന്റെ പുറകെ പോകുന്നവരല്ല. പെന്തക്കോസ്തിൽ നല്ലവരാണ് ബഹുഭൂരിപക്ഷം ഉള്ളത്. അത് പാസ്റ്റർമാരെന്ന് പറയുന്നവര് ദൈവവചനപ്രകാരം ജീവിക്കുന്നവരും ഉപദേശിക്കുന്നവരും ദൈവിക കാഴ്ചപ്പാടുള്ളവരും വചനം അതായത് അനുസരിച്ച് കഴിയുന്നവരും ദൈവത്തെ ഭയപ്പെടുന്നവരുമാണ്. അവരിൽ ദൈവശക്തിയുണ്ട്. അവർ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഫലവും കിട്ടും, ദൈവിക രോഗശാന്തി വിടുതലും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇവൻ കാണിക്കുന്നത് തട്ടിപ്പേ, വെട്ടിപ്പേ, പിടിച്ചുപറി, മോഷണം, എന്ത് തോന്നിയാസോ ഇവൻ കാണിക്കും. അത് പണ്ടേ കാലത്തും ജനങ്ങൾ ഇങ്ങനെ കാണിച്ചിരുന്നു, ഇനിയും കാണിക്കും. അത് കൂടി വരത്തതേ ഉള്ളൂ. പക്ഷെ ഇവൻ പെന്തക്കോസ്ത് ആണെന്നും പറഞ്ഞുകൊണ്ട് സാറ് അനൗൺസ് ചെയ്യരുത്. ഇവൻ തട്ടിപ്പുകാരൻ എന്ന് പറയണം. അതേ ഞാൻ പറയുന്നുള്ളൂ. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. അല്ലാതെ സാറ് പറയുന്ന കേൾക്കുമ്പോൾ പലർക്കും തോന്നിപ്പോവും പെന്തക്കോസ്തിലുള്ള ഒരു നേതാവാണ് ഇവൻ തട്ടിപ്പുകാരനാ, പെന്തക്കോസ് മൊത്തം തട്ടിപ്പുകാരാ. അങ്ങനല്ല. ഇവനെ ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല. ഇവൻ തട്ടിപ്പുകാരനാണെന്ന് ഞങ്ങൾ പണ്ടും പറയുന്നു, ഇപ്പോഴും പറയുന്നു. സാറ് പറയുന്നതെല്ലാം സത്യമാണ്. പക്ഷെ കേൾക്കുന്നവർക്ക് തോന്നും പെന്തക്കോസ്തിന്റെ ഏതാണ്ട് നേതാവാ ഇവനെന്ന്. അല്ല, അറിയാൻ വയ്യാത്ത മൊണ്ണ വിശ്വാസികൾ, ദൈവവചനം പഠിക്കാത്തവരാണ് ഇവന്റെ പുറകെ പോകുന്നത്. ബൈബിൾ അറിയാവുന്ന ആരും, യേശുവിന്റെ ഉപദേശം പഠിച്ചിട്ടുള്ള ആരും ഇവനെ അംഗീകരിക്കത്തില്ല, അംഗീകരിക്കാൻ പറ്റത്തുമില്ല. ഇവന്റെ ഉപദേശവും ഇവന്റെ പ്രസംഗവും ഇവന്റെ രീതിയും കാണുമ്പോൾ അറിയാമല്ലോ യേശുവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവനായി. ഇവനെ പണ്ടേ എനിക്കറിയാം. അന്നേ ഞാൻ പറയുന്നുണ്ട്, ഇവന്റെ പ്രസംഗവും രീതിയും കാണുമ്പോഴേ പറയുന്നുണ്ട് ഇത് വചന വിരുദ്ധമായ, ദൈവിക വിരുദ്ധമായ കാര്യമാണ് പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. ഇവന് യേശുവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവനിൽ വ്യാപരിക്കുന്നത് പിശാചാണ്, സാത്താനാണ്. വെളിച്ചതൂരിന്റെ വേഷം ധരിക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുന്ന കാര്യമാണിത്. ഇവൻ പറയുന്ന പ്രവചനം ഫലിച്ചേക്കാം. കാരണം പിശാചുക്കൾ പറയുന്നതും ഫലിക്കുന്നുണ്ടല്ലോ. പിശാചിനും കാര്യങ്ങൾ അറിയാൻ പറ്റും. മോശയുടെ കാലത്ത് മോശ കാണിച്ച അത്ഭുതം പിശാചും കാണിച്ചല്ലോ. അത്ഭുതങ്ങൾ കാണിക്കുന്നത് കൊണ്ട് ഒരാളിനെ അംഗീകരിക്കണമെന്നില്ല. യേശു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കുക മാത്രമല്ല, മരിച്ചവരെ ജീവിപ്പിച്ചത് പോലും യേശു എതിർത്തായിട്ട് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയുമെന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞത് ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ ഒരു പനി പോകുന്നതാണോ അത്ഭുതം? മരിച്ചവരെ ജീവിപ്പിച്ചാൽ പോലും യേശു കർത്താവ് പറയുന്നുണ്ട് യേശുവിന്റെ ഉപദേശം അംഗീകരിക്കാത്തവരൊന്നും യേശുവിന്റെ ആൾക്കാരല്ല. അത്ഭുതങ്ങൾ കാണിക്കുന്നത് അല്ല വിഷയം, ജീവിതമാണ്. ഇവൻ പ്രവർത്തിക്കുന്നതും ഇവൻ ജീവിക്കുന്നതും ഇവൻ ആഗ്രഹിക്കുന്നതും എന്തുവാണ്? ദൈവവചന വിരുദ്ധമായ കാര്യങ്ങളാണ്. യേശുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. യേശുവിന്റെ കൂടെ യൂദ നടന്നപ്പോഴും യേശുവിനെ അറിയാൻ ഇവൻ കള്ളനാണെന്നുള്ളത്. പക്ഷെ യേശു മൗനമായിട്ടിരുന്നത് അന്ത്യ ന്യായവിധിക്ക് വേണ്ടി കണ്ടുവച്ചിരുന്നതാ. അവൻ നിത്യനാശത്തിന് അടിമയായിട്ട് പോയി, അത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവനും 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷെ അവൻ പിശാചായിരുന്നു. അതുപോലെ ഇവൻ പെന്തക്കോസ്തുകാർക്ക് ആക്ഷേപം വരുത്താനായിട്ട് പെന്തക്കോസ്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്നതാണ്. ഇവൻ കള്ളനാണ്. എനിക്ക് അതേ പറയാനുള്ളൂ. ഇവൻ വെറും കള്ളനാണ്. സാറേ, ഞാന് ട്യൂണിന്റെ കാര്യമൊക്കെ കേൾക്കുമായിരുന്നു. അതൊക്കെ അച്ചട്ടായ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത്. പലരും അഭിപ്രായങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്.
ആ പക്ഷെ ആ പറയുന്ന കാര്യങ്ങളെല്ലാം 100% അല്ല 100% ശരി. പിന്നെ അതേപോലെ തന്നെ ഈ അടച്ച് എല്ലാവരെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതിരുന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നല്ല ആൾക്കാർ ഒത്തിരി പേര് ധാരാളം ഉണ്ട്. നമ്മൾ അടച്ച പറഞ്ഞത് നമ്മൾ ഇതുപോലുള്ള ഈ കള്ളനാണയങ്ങളെയും ആ ആ ക്രിസ്തുവിന്റെ ആ നാമം വ്രതം എടുക്കുന്ന ഈ ആ വചന കൊള്ളക്കാരന്മാരെ എത്രയോ ആ നല്ല അതാണ്. ആത്മീയ നല്ല ദേവദാസന്മാരുണ്ട്. അവരെയെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അത് വേറൊരു യാഥാർത്ഥ്യം ഞാൻ പറയുന്നത്, അമേരിക്കയിലോ കാനഡയിലോ UK-ലൊക്കെ ഉള്ള പിള്ളേരെ തെരഞ്ഞു പിടിച്ച് അവിടെ ചെന്ന് എന്ത് ചെയ്യുന്നറിയാവും, അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. നാട്ടിൽ അപ്പനെ അമ്മയായിട്ട് നല്ല പരിചയമുണ്ട്. പക്ഷെ ആ അപ്പന്റെ അമ്മയുടെ വീടിന്റെ മുറ്റത്തുകൂടെ കാർ ഓടിച്ചു പോയാലും അവിടെ നിന്ന് കയറുകയോ അവരെ നോക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യത്തില്ല. അവിടെ ചെന്ന് അമേരിക്കയിൽ ചെന്നിട്ട് എന്ത് ചെയ്യാറിയാം, ഇവരുടെ നമ്പർ തേടി പിടിച്ച് അവർ വീട്ടിൽ ചെന്ന് ഭയങ്കര തുക അത് ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വാങ്ങിക്കുക. അപ്പൊ ഈ പിള്ളേർക്ക് അറിയത്തില്ലല്ലോ സംഭവങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവര് 10 പേര് നിൽക്കുകയെന്ന് വിചാരിക്കുക, 10 പേര് നിൽക്കുക. അതിൽ ഏറ്റവും പണമുള്ള ആരാണെന്ന് വെച്ചാൽ ആ അടുത്ത് പോയി കൈ കൊടുക്കും, മിണ്ടും. ബാക്കിയുള്ളവരെ വെറും നോക്കുത്തികളായി അവര് ആപ്പടെ വിഷമിച്ചു പോയി. അയ്യോ ഞങ്ങളെ കണ്ടിട്ടൊന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. ആ രീതിയിലായി അയാളുടെ പരിപാടി. പണമുള്ളിടത്ത് മാത്രമേ ഇയാൾക്ക് എന്തോ ഉള്ളൂ, നോട്ടമുള്ളൂ. പണമില്ലാത്ത ആരെയും മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ എത്ര പേര് പരാതി പറയുന്നതെന്ന് അറിയാം. അപ്പൊ എന്നിട്ട് വേറെ സംഭവമുണ്ട്, ജോലി ചെയ്യുന്ന ആൾക്കാരെ അവരുടെ ജോലി കളയും. എന്നിട്ട് പറയും എന്റെ കൂടെ പോരെ, ഞാൻ എല്ലാം ചെയ്ത അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ അവസാനം ജോലിയും ഇല്ല, ഇവിടെ ഇല്ല, അവിടെ ഇല്ല. അത് ഒത്തിരി പേര് അലയുന്നവരെ എനിക്കറിയാം. ഇതൊക്കെ നിങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് നിങ്ങളോട് നമുക്ക് നന്ദിയുണ്ട്. വെളിച്ചത്ത് കൊണ്ടുവന്നത് വളരെ നല്ല കാര്യമാണെന്നാ ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാ ചരിത്രവും എനിക്കറിയാം, പുള്ളിയെപ്പറ്റി എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. എന്റെ സാറ്, ഈ പാസ്റ്റർമാരുടെ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാരെ പോലെ കള്ളന്മാർ ലോകത്തിലില്ല. സമുദായത്തിലെ അച്ഛന്മാർ ഇത്രയും പറ്റൂല സാറേ. ടിനുവിന്റെ പട്ടിപ്പ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അയ്യോ, അവനെ പണ്ട് വെടിവെച്ചവരുണ്ടല്ലേ, നമുക്കൊരു നിയമമില്ലാതെ പോയില്ലേ. അത് വെറും കള്ളത്തരല്ലേ സാർ അവനെ പറയണത്, ചൂത്ത കള്ളത്തര. ആ ബാബു ചെറിയാനില്ലേ, ആ മൂർഖന്മാരുടെ വിഷം ഇറക്കണേ, അവന്റെ വണ്ടിയാപടത്തിൽ അവന്റെ ഒരു കണ്ണുപോയി. ബാബു ചെറിയാന്റെ വണ്ടിയാപടത്തിൽ കണ്ണുപോയി. അവൻ കോട്ടയംകാരനാ, പിറവംകാരനല്ല. ഞാനും അവനും കൂടെ ബൈബിൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിറങ്ങിയതാ. അവനൊക്കെ എന്ത് മനുഷ്യനെ സാറേ, ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാവോ? ആ പറയുന്നത് മുഴുവൻ നുണയാ സാറേ അവനെ പറയണത്. ഇവര് ഒരെണ്ണം ഈ പെന്തക്കോസുകാർ വാ പൊളിച്ച നേര് പറയില്ല. ഈ അന്യഭാഷയാണ് ഇവരുടെ ഏറ്റവും വലിയ ജയം. അത് വേദോസം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇതുപോലൊരു കള്ളത്തരം വേറെ എങ്ങുമില്ല. ഇവർക്ക് മാർക്കറ്റ് കിട്ടിയില്ല സാറേ. ഇവർക്ക് തന്നെ ഈ കൺവെൻഷനും ഇവർക്ക് തന്നെയാണ് കയറി കൊടുക്കണത്. കൺവെൻഷന്റെ കൊയ്ത്തുകാലമല്ലേ വരുന്നത് ഇനി? അതെ കൊയ്ത്തുകാല വരുന്നത്. അതായത് ഇവർ ഈ കൺവെൻഷനിൽ 2 നുണ പറഞ്ഞെങ്കിലേ ജന ഇളവോളി. അപ്പൊ ഒരിക്കലും ലോകത്ത് നടക്കാത്ത അത്ഭുതങ്ങൾ നടന്നു എന്ന് ഇവർ പറഞ്ഞ് അവതരിപ്പിച്ചാണ് ജനങ്ങളെ ഇളക്കിയെടുക്കുന്നത്. ആ നിലയിലാണ് ഇവര് കാശ് വരുന്നത്. സണ്ണി കുര്യൻ എന്ന് പറഞ്ഞ കള്ളൻ, അവന് ഇപ്പോഴും മാർക്കറ്റ് ഉണ്ടല്ലോ എന്നാണ് നോക്കണേ. ആ വത്സന്റെ തീവട്ടിയാര സണ്ണി കുര്യൻ കള്ളൻ. എന്റെ എന്നാള് ഈ വണ്ടി ഒന്ന് ഇടിച്ചേ, ഓട്ടത്തിൽ വണ്ടിയുടെ ആക്സിഡന്റ് ഒടിഞ്ഞു പോയി എന്നാ പറയും. എനിക്കും അതിന് എന്നെ കൊല്ലാനായിട്ട് വല്ല ഇവന്മാര് ഇടിപ്പിച്ചതാണോ എന്ന് സംശയമുണ്ട്. എന്നെ അവരൊക്കെ തൊടാനൊക്കില്ലല്ലോ. ഇപ്പൊ ഞാനും എന്റെ നിയമം പഠിച്ചു. ഇനി എന്നൊക്കെ ഏതെങ്കിലും നിലയിൽ വന്നാൽ ഞാൻ കോടതിയിൽ പോകും. പാസ്റ്റർ ഇപ്പൊ എത്ര വർഷമായി ഈ പാസ്റ്റർ വൃത്തി തുടങ്ങിയിട്ട്? ഞാൻ 42 വർഷമായി ഈ കോളേജിൽ വന്നിട്ട്. ഏത് സഭയിൽ? IPC IPCയിൽ വന്നത്. 42 വർഷമായിട്ട് IPCയിലെ പാസ്റ്ററാണ്. ആ പാസ്റ്ററാ. ഇതെല്ലാം തട്ടിപ്പാന്ന് അങ്ങേർക്ക് ഇപ്പോഴാണ് ഇങ്ങനെയാണ് ഇപ്പോഴാണോ അങ്ങേക്ക് തോന്നിയത്? എന്റെ സാറ് ഇപ്പൊ ഒരു 5-6 കൊല്ലമായിട്ടാണ് എനിക്ക് ഇങ്ങനെ മറ്റേ നമ്മളൊരു എന്തോ ഒരു അന്ധനായി ഇതിനകത്ത് കൂടെ നടക്കുകയത്. അല്ലെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ പാഴാക്കി കളിക്കാൻ ഞാൻ വേറെ ബിസിനസ്സൊക്കെ അറിയാവുന്നവനല്ലായിരുന്നു. ഈ സാറേ, ഈ സണ്ണി കുര്യനൊക്കെ ഒരു വേദോസം കൊണ്ട് വന്നിട്ട് ഇപ്പൊ അവൻ 2 വീടുണ്ടെങ്കിൽ 2 കോടിയുണ്ട്. ഇത് എവിടെന്നാന്നൊരു അന്വേഷണത്തിന് വേണ്ടി നമുക്ക് ഈ ഉപഭോക്തൃ കോടതിയെ കേസെടുക്കുവോ? ഉപഭോക്താവായ വിശ്വാസിയാണത് കണ്ടുപിടിക്കേണ്ടത്. വിശ്വാസികളൊക്കെ മൊണ്ണവിശ്വാസികളൊക്കെ സാറിന്റെ ഭാഷ പറഞ്ഞാൽ ഒരു ബോധമുള്ള ഇതിനകത്ത് ഇല്ല സാറേ. ഈ കൈയടിക്കാൻ തുള്ളിച്ചാടാൻ പോകുന്ന എല്ലാം വെളിവില്ലാത്ത. പിന്നെ മിക്കവാറും ഒരു 98%. പിന്നെ അധികം പേര് മിണ്ടാതിരിക്കും, എന്തിനാ ഈ കുരിശിന് പോണേന്നോർത്ത്, വന്നുപോയില്ലോ എന്നോർത്ത്. ഇപ്പൊ KP കുര്യന്റെ കാര്യമൊക്കെ ഇപ്പൊ ഞാൻ ആ വീഡിയോ 3-4 ദിവസം കണ്ടു സാറിന്റെ. ആ KP കുര്യനും മകനും ഒക്കെ കാണിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണ് അവരാ ചെയ്തിരിക്കുന്നത്. ഇവനൊക്കെയാണ് പാസ്റ്റർ, പാസ്റ്റർമാരുടെ പാസ്റ്റർ. വിശുദ്ധിയും വേർപാടും രോഗസൗഖ്യവും മറുഭാഷയും ഒക്കെ അന്യഭാഷയൊക്കെ ഇവരുടെ നാവിലാണ് ദൈവം കൊടുക്കുന്നത്. അയ്യോ, എന്ത് കഷ്ടം ഇത്. അല്ലാതെ വെളിയിൽ വായിന്ന് വരുന്ന സാധനം. ഇനിയിപ്പോ അതൊക്കെ കൊമ്പനാട് കൊണ്ടുവരും വരെ അവനായിരിക്കും അതിന്റെ നേതാവ്. ജനങ്ങളോട് പാസ്റ്റർക്ക് പറയാൻ എന്താ? 42 വർഷം പാസ്റ്ററായിട്ട് ജീവിച്ച അങ്ങേക്ക് ഈ വിശ്വാസികളോട് പറയാനുള്ള എന്താണ് ഈ കൺവെൻഷൻ തട്ടിപ്പിനെ കുറിച്ച്? ഇത് വെറും തട്ടിപ്പാണ്. ഞാൻ ഹാർവസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നാരെ എവിടെന്നെങ്കിലും 2 നുണ, ലോകത്തിൽ നടക്കാത്ത നുണ കൊണ്ടുവന്നാണ് ഈ മനുഷ്യനെ ഇങ്ങനെ നശിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ നിന്ന് പോയി ഹാർവസ്റ്റുകാർ വിട്ടിട്ടുണ്ട്. ഞാൻ 102 പ്രസംഗം 104 പ്രസംഗം ഉണ്ട് എന്റെ ഹാർവസ്റ്റ് കിടക്കാൻ യൂട്യൂബിലൊക്കെ.
ഞാൻ അതിനെല്ലാം പറഞ്ഞു, മറുഭാഷ തട്ടിപ്പാണ്, എന്റെ ഭാഷ തട്ടിപ്പാണ്, ഇത് വെറും കള്ളന്മാരാണെന്ന്. എന്റെ പേര് ജോസഫ് എന്നാണേ. ഞാൻ കാവാലങ്കാരനാണ്. ഞാൻ ചിങ്ങവനം താമസിക്കുക. ഇപ്പോൾ ഞാനേ സാറേ ഈ 2-3 വീഡിയോ കണ്ടായിരുന്നു നിങ്ങളുടെ. ടിനു ജോർജിന്റെയും ബിനു വാഴമുട്ടും ഒക്കെ കണ്ടായിരുന്നു ഞാനേ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനേ ഒരു പഴയ ഒരു വിശ്വാസം, എനിക്കിപ്പം 67 വയസ്സായി. ഞാനെന്റെ ചെറുപ്പത്തിലെ വിശ്വാസകോളത്തിൽ ഇറങ്ങി വന്ന ആളാണ്. അപ്പനും അമ്മയും വിശ്വാസികളായിരുന്നു. നമ്മളത് കണ്ട് വളർന്നു വന്ന ആളാ. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് ലജ്ജ തോന്നുക. ഇന്ന് ഇവനൊക്കെ വചന കൊള്ളക്കാരന്മാരാ, പാസ്റ്റർമാരല്ല. അല്ലല്ലല്ലല്ല, ഇവനെയൊക്കെ ശരിക്കും അടിക്കേണ്ട സമയം അതിക്രമിച്ച് അവനാണ്ട് ആ പന്തളത്ത് വെച്ച് നടന്ന ആ സംഭവം അവനെ അങ്ങനെ വിടരുത്. അവനെ അടിച്ച് അവനെ ശരിയാക്കേണ്ടതാ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.